അമല. ശിവ, ശിവ, എന്തിനാ നീ എന്നെ വിളിക്കുന്നത്? നിന്നെ ഞാൻ എന്നേ മറന്നു കഴിഞ്ഞു. എന്റെ ഓർമ്മകളിൽ പോലും നീ ഇപ്പൊ ഇല്ല. എന്നെ ചതിച്ചവള നീ. നീ കാരണം എന്റെ ജീവിതം തകർന്നു. ഒരു ഭ്രാന്തനാ ഞാനിപ്പോ, ഭ്രാന്തൻ. പിന്നെ നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? വിളിക്കരുത് ഇനി നീ എന്നെ. എനിക്ക് നിന്നെ കാണണം ശിവ, സംസാരിക്കണം ശിവ, പ്ലീസ്. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ ഇന്ന് രാത്രി തന്നെ കാണണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. ശിവ, പ്ലീസ്, ഈ രാത്രി നീ വരണം. എനിക്ക് നിന്നെ കാണണം, സംസാരിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ നേരം വെളുക്കുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഇവിടെ താജ് ഹോട്ടലിന്റെ 10ാം നമ്പർ മുറിയിൽ ഞാനുണ്ട്. ഞാൻ നിന്നെ പ്രതീക്ഷിക്കും. വരണേ ശിവ. ഹലോ. ഹലോ രാജീവേട്ട. ഉറങ്ങിയാണോ? ഏയ് ഇല്ല, ഞാനേ ഒരു പുസ്തകം വായിച്ചു കിടക്കായിരുന്നു. രാജീവേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തോ എനിക്ക് ഉറക്കം വന്നില്ല. ഓരോന്ന് ഓർത്തിങ്ങനെ നിൽക്കായിരുന്നു. എന്താ ഓർത്തത്? എന്നെ കുറിച്ചാണോ? പിന്നല്ലാതെ. തന്നെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാ ഞാനിപ്പോ ഓർക്കേണ്ടത്? അപ്പൊ എന്നോട് സ്നേഹമുണ്ടല്ലേ? സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ വിളിക്കോ? അതെ, ഇന്ന് കല്യാണക്കുറി കിട്ടി. ഞാനിപ്പോ നമ്മുടെ കല്യാണക്കുറി നോക്കിക്കൊണ്ട് കിടക്കുമായിരുന്നു. ആണോ? അതെ, കല്യാണം കഴിഞ്ഞ് എവിടെ പോണെന്ന പ്രിയയുടെ ആഗ്രഹം? എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. രാജീവേട്ടന്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാ എന്റെ ഇഷ്ടം. ഞാനിവിടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക. ഞാനും. ഓണം കഴിഞ്ഞാ പിന്നെ കുറച്ചു ദിവസം മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ നിന്റെ ഉറക്കം എന്റെ കൂടെ. ഒന്ന് പോ രാജീവേട്ട. എത്ര പെട്ടെന്ന് നമ്മൾ തമ്മിൽ അടുത്തത് അല്ലേ? ഒരായുഷ്കാലം മുഴുവൻ ഒപ്പം നടന്നതുകൊണ്ട് ഒരാള് നല്ല സുഹൃത്താവണമെന്നില്ല രാജീവേട്ട. ചിലപ്പോ ഒരു കാഴ്ച മതി, ഒരു വാക്ക് സംസാരിച്ചാ മതി. അത് ഹൃദയം കൊണ്ടാവണമെന്നേ ഉള്ളൂ. നല്ല സുഹൃത്തുക്കളാവും. നമ്മൾ തമ്മിൽ സംസാരിച്ചത് ഹൃദയം കൊണ്ടാ. അതാ ഇത്ര പെട്ടെന്ന് നമ്മൾ തമ്മിൽ അടുത്തത്. നീ പറഞ്ഞ ശരിയാ. നല്ല കൂട്ടുകാർക്ക് നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ പറ്റും. മനുഷ്യൻ ജീവിക്കുന്നത് സ്വപ്നങ്ങളിൽ മാത്രമല്ല പ്രിയ, യാഥാർത്ഥ്യങ്ങളിൽ കൂടിയാണ്. ഞാൻ കുറച്ച് പ്രാക്ടിക്കലാ. സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ ഉള്ളപ്പോഴും തനി പ്രാക്ടിക്കലായ ഒരു മനുഷ്യനാ ഞാൻ. അതുകൊണ്ട് തന്നെയാ എനിക്ക് രാജീവേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ആണോ? എന്റെ ലോകം ഇനി രാജീവേട്ടൻ മാത്രമായിരിക്കും.
മൈ ലിറ്റിൽ കണ്ണ, ഈ കൊല്ലം നീ ഹാപ്പിയാക്കി തരണേ എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പാ. അല്ല, മൈ സൺ ശിവ എവിടെ? പറഞ്ഞ പോലെ ശിവയോടെ പോയി. ആരെങ്കിലും പോയി കോൾ ഹിം. ഞാൻ വിളിക്കാം അമ്മ, അവൻ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഗോ. അമ്മേ, ആ അമ്മയുടെ ഇംഗ്ലീഷ് കുറച്ച് കൂടുന്നുണ്ട്. ഇന്ന് മലയാള വർഷം 1. ഇന്ന് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും മലയാളം മാത്രമേ പറയാവുന്ന സർക്കാർ നിയമം. പൂവർ സർക്കാർ. ഇംഗ്ലീഷിന്റെ വില അവർക്ക് അറിയത്തില്ലടാ മൈസൺ. ഇംഗ്ലീഷ് ഒരു ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ്. ഞാനും സ്റ്റുഡന്റ് സ്റ്റഡി ചെയ്തോക്കെ, എനിക്ക് സ്പീക്ക് നോക്കണ്ടേ? സ്പീക്കിംഗ്. അമ്മ ഏതെങ്കിലും ഭാഷയിൽ സംസാരിക്കും. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. മൈ ലിറ്റിൽ കണ്ണാ, എന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള നോളജ് ഇവർക്ക് കൊടുക്കണേ കണ്ണാ. കണ്ണാ, ഗുരുവായൂർ നീ ഹാപ്പി അല്ലേ എന്റെ ഗുരുവായൂരപ്പ? ശിവ, ശിവ, അമ്മേ, അമ്മേ, ശിവ മുറിയിലില്ല. മുറ്റത്ത് ബുള്ളറ്റും ഇല്ല. നല്ലൊരു ദിവസമായിട്ട് അവൻ്റെ എവിടെ പോയി? ഞാനൊന്ന് വിളിച്ചു നോക്കിയേ. അമ്മേ, അവൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. അമ്മ ബാക്കി എല്ലാവർക്കും കൈനീട്ടം കൊടുക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവരുടെ മെമ്മറിയിൽ ഉണ്ടല്ലോ അല്ലേ? ഇന്നൊരു ന്യൂ ഇയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ കൊല്ലം നോ വഴക്ക്, ഓൾ ഹാപ്പി. ഓക്കെ അമ്മ, ഫോൺ സ്വിച്ച് ഓഫാ. അവൻ വരൂ അമ്മേ. ശിവ വന്നു തോന്നുന്നു. മായ, താര, ഗോകുൽ, ബാലു, ചിത്ര. എവിടെയായിരുന്നു എസ് കെ ഇത്ര നേരം? ഞങ്ങൾ എല്ലാവരും എസ് കെ അന്വേഷിക്കായിരുന്നു. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോയതാ. നീ ഇങ്ങോട്ട് വന്നേ, ഈ കഞ്ഞിരം മേടിച്ചേ. അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതൊന്നും സാരമില്ല, പിന്നെ ഫ്രഷ് ആയാ മതി. എസ് കെ എപ്പോഴാ പോയത്? ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടില്ലല്ലോ. അമ്മേ, ശിവയ്ക്ക് കൈനീട്ടം കൊടുക്ക. അതെ, എനിക്ക് നിങ്ങളോട് എല്ലാരോടും ഒന്നേ പറയാനുള്ളൂ. ഈ ഓണം നമ്മൾ ഹാപ്പി ആയിട്ട് ആഘോഷിക്കണം. പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം മാറ്റിവെക്കണം. പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും? ഓക്കെ? ബേട്ടി വന്നേ, വാ.
പേടിക്കണ്ട, ഞാനിങ്ങെത്തി. ആ ശരി. What is this, my son? അത് Tell me. What happened? വരുന്ന വഴിക്ക് റോഡിലൊരു ആക്സിഡന്റ് കണ്ടു. ഒരു ബൈക്കിൽ വന്നൊരു പയ്യൻ. അവനിത്തിരി ഓവർ സ്പീഡായിരുന്നു. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ ഒന്ന് സ്കിഡായി പോയതാ. അവനെ ചെന്നെടുത്തപ്പോ കയ്യിൽ ബ്ലഡായി. എന്നിട്ട് അവന് വല്ലതും പറ്റിയോ? അവന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ആരൊക്കെ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇത് വിശ്വസിക്കബിൾ ആണല്ലോ അല്ലേ? അമ്മേ, ഞാൻ അമ്മയോട് കള്ളം പറയില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എവിടെയായിരുന്നു ഇന്നലെ രാത്രി? അമ്മയോട് മാത്രമല്ല, ഏട്ടത്തി അമ്മയോടും കള്ളം പറയരുത്. എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏട്ടനെ ചോദിച്ചതിന് ആൻസർ പറയടാ. ഞാൻ അമലയെ കാണാൻ വേണ്ടി പോയതാ. ആരെ? അമലേ, ഭഗവാനെ, കഴിഞ്ഞ കൊല്ലം നീ എന്നെ ഒരുപാട് വട്ടം ശിക്ഷിച്ചു. സന്തോഷം തന്നതിൻ്റെ ഇരട്ടി സങ്കടവും തന്നു. ഇക്കൊല്ലം എല്ലാം നല്ലതായി തന്നെ വരാൻ നീ എന്നെ സഹായിക്കണം. ഓണം കഴിഞ്ഞ് എൻ്റെ മോളുടെ കല്യാണം ഒരു കുറവും വരാതെ നീ അത് നടത്തി തരണം ഈശ്വര. ഈ കൊല്ലം കൈ നിറയെ കാശ് കിട്ടണേ എന്റെ ഭഗവാനെ. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കും. എല്ലാ 1-ാം തീയതിക്കും കൈനീട്ട് വാങ്ങിക്കുമ്പോ അച്ഛനോട് അമ്മ ഇത് തന്നെയാ പറയുന്നത്. ഇക്കൊല്ലെങ്കിലും ഒന്ന് മാറ്റി പിടിക്കമ്മ. അച്ഛ, എനിക്ക് കൈനീട്ടം തന്നെ. അങ്കിൾ, ഒരു പുതിയ വർഷം തുടങ്ങുകയല്ലേ ഈ ചിങ്ങ 1-ന്. ആദ്യം അങ്കിളിന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്കിളിന്റെ കൈനീട്ടം നല്ലതാണെന്ന് പ്രിയ എപ്പോഴും പറയാറുണ്ട്, ഇല്ലേ? ഇപ്പോ അങ്കിൾ കൈനീട്ടം തന്നെ എന്നെ അനുഗ്രഹിക്കണം. അവള് നിന്നെ വിളിച്ചോ? എനിക്ക് നിന്നെ കാണണം ശിവ, സംസാരിക്കണം ശിവ. പ്ലീസ്, എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ ഇന്ന് രാത്രി തന്നെ കാണണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും. ഞാൻ അവളെ കണ്ടു. ഇത്രയും കാലം ഞാൻ കരുതിയത് അമല എന്നെ ചതിച്ചുവെന്ന്. പക്ഷേ സത്യം അതല്ല.
അവളുടെ അമ്മയ്ക്ക് വേണ്ടിയാ അവൾ എന്നെ മറന്നത്. മറന്നിട്ടാണോ വീണ്ടും ഇപ്പൊ വിളിച്ചത്? നമ്മൾ എത്ര മറന്നാലും ഉള്ളിൽ അവശേഷിക്കുന്ന ചിലതുണ്ടല്ലോ. വീണ്ടും വീണ്ടും കൂടുതൽ തെളിമയോടെ കാലം അത് ഉയർത്തിക്കൊണ്ടുവരും. അവളുടെ അമ്മ എന്നെ ഉപദ്രവിച്ചൊന്നും അവൾക്കറിയില്ലായിരുന്നു. ഉപേക്ഷിച്ചു പോയത് ഞാനാണെന്നാ അവൾ ഇതുവരെ കരുതിയിരുന്നത്. ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പൊ വിളിക്കാൻ എന്താ റീസൺ? എന്റെ വെബ് ചാനൽ അമല കണ്ടു. എങ്ങനെയോ എന്റെ നമ്പർ തേടി പിടിച്ചു വിളിച്ചതാ. അപ്പൊ ആ സ്ത്രീ ഇവിടെ വന്നതും ആ കുട്ടിക്ക് അറിയില്ലേ? ഇല്ല, എല്ലാം ഞാൻ പറഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത്. അമല എന്തിനാ ശിവയെ വിളിച്ചത്? മാപ്പ് പറയാൻ. മാപ്പ് പറയാനോ? അമ്മ പേടിക്കണ്ട, ഞാൻ ആ പഴയ കഥകളൊക്കെ എന്നേ മറന്നു. ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? ഇല്ല, ഇനി ഞാൻ അമലെ കാണില്ല. നിന്റെ ചേട്ടൻ കൊടുത്ത വാക്ക് നീയാണ് തെറ്റിക്കരുത്. ഒരിക്കലും ഇല്ലമ്മേ. ഇനി തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞാ ഞങ്ങൾ പിരിഞ്ഞത്. ഇതൊക്കെ സത്യമാണല്ലോ അല്ലേ? ഏട്ടത്തിക്ക് ഇനിയും സംശയമുണ്ടോ? ഏട്ടന്റെ വാക്ക് തെറ്റിക്കാൻ മനഃപൂർവ്വം പോയതല്ല ഞാൻ. പോയതുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചു. പരസ്പരം എല്ലാം സംസാരിച്ച് അവസാനിപ്പിക്കാൻ പറ്റി. സംശയിക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. നിങ്ങൾ ചെല്ല്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അതെ, തൽക്കാലം ഇത് ഏട്ടനോട് പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? എന്റെ പൊന്നെ, അറിഞ്ഞ പിന്നെ അത് മതി. ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവും. അമ്മ വാ. എന്തിനാ അങ്കിൾ മടിക്കുന്നേ? പോടാ, ഇറങ്ങി പോവാൻ. അങ്കിൾ, എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ പ്രിയെ സ്നേഹിച്ചു പോയി. എന്റെ ജീവന് തുല്യ. അവളെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ എന്റെ മനസ്സെന്റെ കൈവിട്ടു പോയി. സത്യം പറഞ്ഞ എന്റെ ഉറക്കം വരെ നഷ്ടപ്പെട്ടു. അങ്കിളിന്റെ കാല് പിടിച്ച് പ്രിയയെ എനിക്ക് തരണമെന്ന് പറയാനാ അന്ന് ഞാൻ അങ്കിളിനെ വിളിപ്പിച്ചത്. പക്ഷേ അങ്കിൾ ഇവളെ എനിക്ക് തരില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അങ്കിൾ നന്നായിട്ടൊന്ന് ആലോചിക്കേ. എന്നിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് മറുപടി താ. ഇല്ലടാ, നിനക്കുള്ള മറുപടി ഞാൻ എപ്പോഴേ തന്നു കഴിഞ്ഞു. നീ എന്നെ വേണമെന്ന് കൊന്നോ, പക്ഷേ പ്രിയ ഞാൻ നിനക്ക് തരില്ല. സോറി അങ്കിൾ, മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്ക്. ഞാൻ അങ്കിളുടെ കാലം. ഞങ്ങൾക്ക് നീയുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് പലതവണ ഞാൻ പറഞ്ഞതല്ലേ? പ്രിയേ, വേണ്ട, എന്റെ അച്ഛനെ തല്ലിയവനാ നീ. എനിക്ക് നിന്നെ കാണണ്ട, ഇറങ്ങിപ്പോ. പ്രിയേ, ഈ മനുഷ്യന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ മഹാബാബി?